അച്ചു സച്ചു ഇവനാണ് എല്ലാവർക്കും മറുകുണ്ടല്ല. ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താനാണ് ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അച്ഛന്റെ മോൻ സച്ചു എന്ത് പറഞ്ഞാലും ഞാനും കേൾക്കും. അച്ഛന്റെ മോൻ അച്ചു രണ്ട് കിഴങ്ങന്മാർ. എന്ന് പറഞ്ഞാൽ ഞാനാണ് കിഴങ്ങ്. ഞാനാണ് കിഴങ്ങ്. ഞാനാണ് അച്ഛ കിഴങ്ങ്. ഞാനാണ് കിഴങ്ങ്. ഞാനാണ് അച്ഛ ഉണ്ട. ഞാനാണ് അച്ഛ ഉണ്ട. ഞാനാണ്. ഞാൻ നിങ്ങളെ വിളിച്ചത് സ്വത്ത് ഭാഗം വെക്കാനാണ്. അച്ഛ എന്ത് തന്നാലും നമ്മൾ വാങ്ങും. എന്നാ കുറച്ച് അരി വറുത്ത് തരണടാ ഞാൻ നിനക്ക്. തിന്നു പറക്കി. ഇങ്ങനൊരു പൊട്ടന്മാര്. എന്നാ കേട്ടോ, അച്ഛ ഈ 10-40 വർഷം കൊണ്ടുണ്ടാക്കിയ 6.5 സെന്റ് നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. 6.5 സെന്റ് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയ? അച്ഛന് ധിക്കരിക്കുന്നതാ മോനെ. ഈ 6 സെന്റ് എന്തോ ഉണ്ടാക്കാൻ? 6 സെന്റാ? 6.5 സെന്റിൽ എന്തിന്? കുറച്ച് കറിയാപ്പനുണ്ട് നാട്. എന്റെ ചോര നീരാക്കേണ്ട ഞാൻ 6.5 സെന്റ് ഉണ്ടാക്കിയത്. നിനക്കൊക്കെ വേണ്ടെങ്കിൽ അത് ഞാൻ വിറ്റ് തിന്നോളാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണം. നമുക്ക് എന്തെങ്കിലും വലുത് തന്നെ വേണം. 6.5 സെന്റ് ഒന്നും പോലെ. അച്ഛന്റെ വലുതായിട്ടിരിക്കുന്ന ഒന്നും മക്കളെ നിങ്ങളെ കൊണ്ട് താങ്ങില്ലടാ. അച്ഛന്റെ തേക്കിൻ കട്ടില് കാണുന്നില്ലേടോ? താൻ എന്തുണ്ടാക്കണോ നമുക്ക്? അനുസരണയില്ലാത്ത പട്ടി. വീട്ടിൽ നാടക പട്ടിക്കൂടിലല്ലോ ഞാൻ കിടക്കുന്ന സച്ചു പട്ടി. ഇനി അനുസരണ ഇല്ലാത്തോന്ന് വല്ലതും പറയോ? സച്ചു നിങ്ങളടുത്ത് ചീയാണ് ചീ. പിണങ്ങിക്കളഞ്ഞ് അങ്ങേറ്റം പിണങ്ങി ഞാൻ. അച്ചു പൂവാണ്. 6 സെന്റ് എനിക്കിതാ. അതിന്റെ ഇടക്ക് ഇപ്പൊ തന്നെ അച്ഛന്റെ അടുത്തൊന്ന് ചോദിക്കണോ? ചില ചോദ്യങ്ങൾ നമ്മൾ ആസ്ഥാനത്ത് തന്നെ ചോദിക്കണം. അച്ചു ബ്രില്യന്റ്. ബ്രാ